ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും കൃഷി മന്ത്രി പി പ്രസാദും ഇന്ന് ഒരു വേദിയിലെത്തുകയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുക്കുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും പരിപാടിയിൽ പങ്കെടുക്കും. സർവകലാശാല മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് നമുക്കൊപ്പം ചേരുന്നത്. ലെവിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ ഗവർണറും മന്ത്രിയും തമ്മിൽ നേർക്കുനേർ വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് ഗവർണറും SFI പ്രവർത്തകരും നേരിട്ട് ഏറ്റുമുട്ടിയ ഒരു സാഹചര്യം. ഗവർണർ അല്ലെങ്കിൽ പോലും ABP പ്രവർത്തകരുണ്ട്. ഗവർണർ ഒരു പരസ്യ വെല്ലുവിളിയായിട്ടാണ് അവിടെ ഭാരതാംബ ചിത്രം സ്ഥാപിച്ച് അവിടെ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ഥിതി കൂടുതൽ വഷളായിരിക്കുകയാണ്. അന്തരീക്ഷം കാറും കോളും നിറഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിൻ്റെ ആകാശത്തേക്കാൾ വലിയ കാർക്കോളിളക്കം അവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ ചടങ്ങ് നടക്കുന്നത്? ആ ദൃശ്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കൂടിയാകുമല്ലോ. തീർച്ചയായും പിന്നിൽ നമുക്കറിയാം, ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തിലുണ്ടായ സംഭവങ്ങൾ, അതേ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. കൺമുന്നിൽ അതൊരു തെളിവായി തന്നെ നിൽക്കുന്നു. ഇന്നലെയും അതിൻ്റെ പ്രതിഫലനങ്ങൾ പല സ്ഥലങ്ങളിലായി ഉണ്ടായി. ഗവർണർ പങ്കെടുക്കുന്ന വേദിയിലേക്ക് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അത്തരത്തിൽ സമാനമായൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും കൃഷിമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. നേരത്തെ 26-ന് ഗവർണറും അതോടൊപ്പം തന്നെ മന്ത്രിയും പങ്കെടുക്കുന്ന ബിരുദദാന ചടങ്ങ് നിശ്ചയിച്ചിരുന്നു. ഈ ചടങ്ങിനോടനുബന്ധിച്ചും ചില വിവാദങ്ങളുണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് കാർഷിക സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അതോടൊപ്പം തന്നെ വൈസ് ചാൻസലറായിട്ടുള്ള മന്ത്രി അടക്കമുള്ള ആളുകളും പങ്കെടുക്കുന്നത്. പരിപാടി നടക്കുന്നത് 1200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ടുള്ള ബിരുദദാന ചടങ്ങാണ് നടക്കുന്നത്. ഈ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ വിവിധ കോഴ്സുകളിലായി ഉപരിപഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ ചടങ്ങിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:45 ഗവർണർ എത്തും. അതിനുശേഷം ഈ പരിപാടി നടക്കും. കാർഷിക മന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത റവന്യൂ വകുപ്പ് മന്ത്രിയും അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് ഒരേ വേദിയിൽ എത്തുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചതിന് പിന്നാലെ തൃശ്ശൂരിൽ തന്നെയാണ് CPIയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി ഭാരത് മാതാ കീ എന്ന് ജയ് എന്ന മുദ്രാവാക്യം സംസ്ഥാന സെക്രട്ടറി തന്നെ വിളിച്ച് ഒരു ആശയപരമായ ഒരു പുതിയ സമരത്തിന് RSSനോടും അല്ലെങ്കിൽ BJP സംഘപരിവാർ സംഘടനകളോടുമൊക്കെ നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്ന് തുടക്കം കുറിച്ചത്. അതേ വേദിയിൽ അതേ ജില്ലയിൽ തന്നെ വീണ്ടും ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുന്ന ഒരു പരിപാടി നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറെ കൗതുകരം. അതിനുശേഷം ഈ ജൂൺ 5-ന് ശേഷം നടന്ന വിവിധ പരിപാടികളിൽ ഭാരതാംബയുടെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രങ്ങൾ പതിച്ചുകൊണ്ടുള്ള സ്ഥിരമായ പരിപാടികൾ ഗവർണർ പങ്കെടുത്ത് നടത്തിയിരുന്നു. ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്തടക്കം നടന്ന കനത്ത പ്രതിഷേധങ്ങളുടെ സാഹചര്യത്തിൽ ഇടതുപക്ഷ യുവജന സംഘടനകളും ഇന്ന് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും ഗവർണറും കൃഷിമന്ത്രിയും വീണ്ടും ഒരുമിച്ച്. അപ്പോൾ ഗവർണറും കൃഷിമന്ത്രിയും വീണ്ടും ഒരു വേദിയിൽ വരികയാണ്. ഈ ഭാരതാംബ വിവാദം എല്ലാം ഉയർന്നത് എങ്ങനെയാണ് അതിന്റെ പശ്ചാത്തലം പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ ആ സംഭവത്തിന് അന്ന് പ്രധാന 2 കക്ഷികളായിരുന്ന ആളുകൾ വീണ്ടും എത്തുകയാണ്. പക്ഷേ അവർ വീണ്ടും എത്തുമ്പോൾ അത് വലിയൊരു വിവാദമായി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. ലെവിനാണ് വിവരങ്ങൾ നൽകിയത്.